അച്ഛനെ അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? അതൊക്കെ സെറ്റാണ്. എന്നാലും നീ ആ രജിസ്റ്റർ ഓഫീസിൽ പോയി അവിടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അത് മറ്റേ പ്യൂണ് ആ ദിനകരൻ ചേട്ടനുണ്ടല്ലോ, പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അങ്ങ് ചെയ്തോണം. അയ്യോ അയ്യോ, എന്റെ ആവശ്യത്തിന് കാശുണ്ട്. എന്നാലും ഇതങ്ങോട്ട് ഇരിക്കട്ടെ. ഒരു കല്യാണമല്ലേ, എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവും. എന്നാ പിന്നെ നീ വിട്ടോ, രജിസ്റ്റർ ഓഫീസ് വെച്ച് കാണാം. പോയിട്ട് വാടാ. ശരി എന്നാ. അച്ഛനെ സമയത്ത് അവിടെ എത്തിക്കണം. അതൊക്കെ ഞങ്ങൾ എത്തിക്കോളാടാ. എന്നാ പിന്നെ നമുക്ക് ഒരുങ്ങാനായിട്ട് പോയാലോ? ഏട്ടാ, സമയത്ത് ചെന്നില്ലെങ്കിലേ മുഹൂർത്തം തെറ്റുവേ. എന്നാലും ഇന്നലെ രാത്രി നമ്മളെ തട്ടകത്തി കയറി അഭ്യാസം കാണിക്കാൻ ധൈര്യം കാണിച്ച ആരാണെന്നാ ഞാനീ ആലോചിക്കുന്നത്. എന്തായാലും അവൻ വരുത്തനാ. ശക്തമായ ആരുടെ പിന്തുണയും അവനുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു സാഹസത്തിന് ആരും നിൽക്കില്ല. അവൻ വന്നേറിയിരിക്കുന്നതേ വേലായുധന്റെ കുടുംബത്താ. വരട്ടെ. വേലായുധന്റെ മോടെ ദേഹത്ത് അവൻ കൈവച്ചിരിക്കുന്നത്. അവൻ എത്ര കൊമ്പത്തെ ആളായാലും അവൻ വിവരം അറിയണം. ശിവ, അവ ആരാണെന്ന് എനിക്കറിയണം. അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ചേട്ടാ. തിരക്ക് പിടിച്ച് ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ആദ്യം കല്യാണം നടക്കട്ടെ. വന്നത് കൂലിക്കാരന്, ലക്ഷ്യം മറ്റെന്തോ ആണ്. ആരായാലും എന്റെ മോളുടെ ചോരയ്ക്ക് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. അവന്റെ ചോര ഞാൻ ഇവിടെ വീഴ്ത്തിയിരിക്കും. ചേട്ടൻ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാൻ മൂലം വന്ന പ്രശ്നമല്ലേ. കണക്ക് ഞാൻ തന്നെ തീർത്തോളാം. അച്ഛൻ എന്ത് പോക്കായി പോയത്? ഇത്രയും ദിവസം എവിടെ ആയിരുന്നു? ഇവിടെ നടക്കുന്ന എന്തെങ്കിലും അച്ഛൻ അറിയുന്നുണ്ടോ? ശാരദ എവിടെ? അതൊന്നും പറയാതിരിക്കാ ഭേദം. അച്ഛൻ അകത്തേക്ക് കയറിയിരിക്കും. ശാരദ എവിടെ? ഇല്ലേ? ഉണ്ട്, പൂജാമുറിയില്ല. ഈ സമയത്തോ? അമ്മയ്ക്ക് അങ്ങനെ ഇപ്പൊ സമയവും കാലമൊന്നും ഇല്ലച്ചാ. എപ്പോ നോക്കിയാലും പ്രാർത്ഥനയാ. ഹോട്ടലിലെ കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാറില്ല. രാത്രി ആണെങ്കിൽ ഉറക്കവുമില്ല. ഉറങ്ങിയ തന്നെ ആരെങ്കിലുമൊക്കെ കൊല്ലാൻ വരുന്നു പറഞ്ഞ് ഞെട്ടി എഴുന്നേക്കുക. പിന്നെ ഞങ്ങളെ ഉറക്കുകയല്ല. ഇപ്പൊ തന്നെ പൂജാമുറി കയറി ഇരിക്കാൻ തുടങ്ങിട്ടെ എത്ര നേരമായിന്നറിയോ? ഇന്ന് ഇത്രയും നേരമായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതൊരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിപ്പിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ? അമ്മയെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണിക്കണം അച്ഛൻ. എന്തൊക്കെയോ രഹസ്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഉറങ്ങുമ്പോ പിച്ചും പെയും പറയും പോലെ അതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. കൊന്നെന്നോ കൊല്ലിച്ചെന്നോ അറസ്റ്റ് ചെയ്യാൻ വരുന്നൊക്കെ. ഞാൻ ഊഹിച്ചതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ. എന്തായാലും ഇനി ശാരദ ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ ശാരദയൊന്ന് കാണട്ടെ. കൊന്നതാ ദേവി, ആ പയ്യനെ കൊന്നതാ. ഞാനാ കൊന്നത്. എന്റെ കൈകൊണ്ട് അവൻ മരിച്ചത്. അതുപോലെ എന്റെ മോൻ വിഷ്ണുവിനെ കൊന്നതാ ദേവി, ആ പയ്യനെ കൊന്നതാ. അതെ, ഞാനാ കൊന്നത്. എന്റെ ഈ കൈ കൊണ്ട് കൊന്നത്. അതുപോലെ നമ്മുടെ വിശ്വാസേ. കുമരട്ട, ഞാൻ നമ്മുടെ വിഷ്ണു ആ നസീറിനെ പോലെ അവനും. മതി, നിർത്ത്. ഇങ്ങനെ പിച്ചും പേയും പറയണ്ട. അല്ല, വിഷ്ണു
ഇനി നീ ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഇവിടുന്ന് പോകാം. എങ്ങോട്ട്? നിനക്കെന്നും ശാന്തിയും സമാധാനവും കിട്ടുന്നൊരിടത്തേക്ക്. കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്തോ കാര്യമായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. കേട്ട് നോക്കണം. ഒളിച്ചു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്കാം. വല്ല കച്ചി തുരുമ്പും കിട്ടിയാലോ. അരുവിക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. ഇവളെന്താ വീണ്ടും ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പോവാണോ? അതിന് അരുവിക്കര വരെ പോകുന്നത് എന്തിനാ? അതാ ഞാൻ ചേട്ടന്റെ നമ്പറിലേക്ക് വിളിച്ചത്. അതിനെന്താ, ഞാൻ എപ്പോഴും റേഞ്ചിലാ. എന്താ കാര്യം? പ്യൂൺ ദിനകരൻ ചേട്ടന്റെ നമ്പരല്ലേ? അതെ, ദിനകരൻ തന്നെയാണ് സംസാരിക്കുന്നത്. ആ ചേട്ടാ, കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കസിൻ ബ്രദറിന്റെ ഒരു രജിസ്റ്റർ മാരേജ് പറഞ്ഞിരുന്നു. അതൊരു 11 മണിയാവുമ്പോ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നാ മതി. ചെക്കനും പെണ്ണും കൂടെ ഉണ്ടാവില്ലേ? അവരില്ലാതെ കല്യാണം നടക്കില്ലല്ലോ. അതല്ല കൊച്ചെ, ഇങ്ങനെ വരുന്ന കല്യാണങ്ങളൊക്കെ ഒന്നുകിൽ ചെക്കന്റെ ആൾക്കാർ വന്ന് ചെക്കനെ പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ പെണ്ണിന്റെ ആൾക്കാർ വന്ന് പെണ്ണിനെ പിടിച്ചോണ്ട് പോകും. ഒടുവിൽ നടത്താനായി വന്ന ആൾക്കാർ മാത്രം ബാക്കിയാവും. അതാ ഈ പറഞ്ഞ സമയത്ത് തന്നെ ഇവരൊക്കെ വരുമെന്ന് ഞാൻ തിരക്കിയത്. അതൊക്കെ ഞങ്ങൾ എത്തിച്ചോളാം. അപ്പൊ പറഞ്ഞതുപോലെ 11 മണിക്ക്. ആ ഓക്കെ.